എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഓമന. ഞാൻ കുട്ടമ്പുഴയിൽ കൂറ്റാമ്പാറ എന്നൊരു ഉൾഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ ഇവിടെ അപ്പൂപ്പൻ്റെ ഒരു കഥ പറയാനാണ് ഞാൻ വന്നത്. അപ്പൂപ്പൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അപ്പൂപ്പൻ അധ്വാനിയാണ്. പക്ഷെ അത് വെറും തെറ്റായിരിക്കണ്ട കേട്ടോ, കേൾക്കി അധ്വാനി അല്ല. അപ്പൂപ്പൻ ശരിക്കും അധ്വാനിച്ച് സമ്പാദിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇപ്പം നിങ്ങളുടെ അപ്പൂപ്പൻ മാത്രമല്ലേ അധ്വാനിച്ച് സമ്പാദിക്കണുള്ളൂ, ഞങ്ങൾ അധ്വാനിക്കാതാണ് സമ്പാദിക്കണമെന്ന് ചോദിക്കും. അല്ല, നമ്മളെല്ലാവരും അധ്വാനിച്ച് സമ്പാദിക്കുന്നവരാണ്. പക്ഷെ അത് പല രീതിയിലാണ്. ചിലർ സ്ഥലം വാങ്ങിക്കണവർ, ചിലർ വീട് വാങ്ങിക്കണവർ, അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കണവർ, പിന്നെ ഉണ്ട് അധ്വാനിച്ച് ജോലി സമ്പാദിക്കുന്നവർ. അതിൽ ഏറ്റവും വലിയ തെളിവുകളാണ് ആയിരിക്കുന്നവരും നമ്മുടെ ഡയാനെ. പക്ഷെ എൻ്റെ അപ്പൂപ്പൻ്റെ സമ്പാദ്യം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പൂപ്പൻ്റെ സമ്പാദ്യം വെച്ചാൽ അപ്പൂപ്പൻ ഒരാഴ്ചയിൽ ഒരു ദിവസം വെളിയിൽ പണിയാൻ പോകും. അതിന് എത്ര രൂപ കിട്ടിയാലും അത് തീരുന്നത് വരെ അപ്പൂപ്പൻ കുടുംബത്തിലായിരിക്കും അധ്വാനിക്കുന്നത്. അമ്മൂമ്മയാണെങ്കിലോ കട്ട സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കഠിന അധ്വാനം കൊണ്ട് അവർ സമ്പാദിച്ചേക്കണത് 10 മക്കൾ. ഇത് കണ്ടിപ്പോൾ അടുത്ത അയൽക്കത്തെ കുറുപ്പേട്ടനൊരു കുശുമ്പ്, കുറുപ്പേട്ടന് 3 എണ്ണേ ഉള്ളൂ. എന്താ ചെയ്യണേ? ഇപ്പോൾ കുറുപ്പേട്ടൻ പറഞ്ഞ അപ്പൂപ്പനോട് ചോദിക്കണം, എൻ്റെ ചങ്ങാതി എന്തിനങ്ങ് സമ്പാദിച്ച് കൂട്ടണോ? ഇവറ്റകൾക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കണ്ടായോ? ഒന്ന് നിർത്തിക്കൂടെ സമ്പാദ്യം? അപ്പൂപ്പൻ ക്ഷമിക്കും. അത് അപ്പൂപ്പൻ കുറുപ്പേട്ടനോട് പറഞ്ഞു, എടാ കുറുപ്പേ, താൻ ശിശുവാ, തനിക്കൊന്നും അറിയില്ല. കാരണം ഉണ്ടല്ലോ, ഒരണ്ണാൻ എത്ര മൂത്താലും അത് മരത്തുമേട്ടല്ലേ കയറുള്ളൂ, അല്ലാതെ തൻ്റെ വീട്ടിൽ കിടക്കയിൽ ഒന്ന് കിടക്കുവോ, എൻ്റെ വീട്ടിലെ കട്ടുമേ ഒന്ന് കിടക്കുവോ? അതുകൊണ്ടേ എനിക്ക് പറ്റണ പോലെ ഞാൻ പയറ്റണേന് തനിക്ക് എന്താടോ കുറുപ്പേ ചെയ്യാതെന്ന് ചോദിച്ചു. അപ്പം കുറുപ്പേട്ടൻ വിട്ടു കൊടുക്കില്ല. അപ്പൂപ്പന് ഒരു ഡോസ് ഗുളിക കൂടുതൽ അങ്ങോട്ട് കൊടുക്കും. അപ്പൂപ്പനോട് പറഞ്ഞു, അരിമണി ഒന്ന് കുറിക്കാൻ തനിക്കില്ലല്ലോടൂ, ഈ 2 കയ്യിലും കരിവള ഇട്ട് കിളുക്കാൻ എന്താണ് ഇത്ര മോഹം? തപ്പി തപ്പി നടക്കണ തവളയ്ക്ക് കുഞ്ഞിൻ്റെ മേലെ പറന്നു ഉയരാൻ എന്ത് കൊതിയാന്ന് പറഞ്ഞു. ഇത് കേട്ടതേ അപ്പൂപ്പൻ പോയ വഴി കണ്ടില്ല. അങ്ങനെ വർഷം വന്നു. വർഷമല്ല കേട്ടോ, വർഷം മഴക്കാലം വന്നു കഴിഞ്ഞപ്പോൾ അപ്പൂപ്പന് ഒരു ദിവസം പോലും വെളിയിൽ പണിയാൻ പോകാൻ പറ്റണില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ നേരെ മുതലാളിയുടെ അടുത്തേന്നൊക്കെ ചെന്നു. എനിക്കൊരു 100 രൂപ താട്ടും മുതലാളി. ചോ എൻ്റെ ചങ്ങാതി, കാശൊന്നും കിടപ്പില്ലടേ ചങ്ങാതി. ഒരു കാര്യം ചെയ്യാൻ, കിടക്കുമ്പോൾ വാ. അപ്പൂപ്പൻ വിചാരിച്ചു മുതലാളി കിടക്കുമ്പോൾ വരാനാണെന്ന്. അപ്പൂപ്പൻ അന്നേരം പറഞ്ഞു, മുതലാളി എപ്പോഴാണ് കിടക്കണേന്ന് പറഞ്ഞാൽ മതിയേ, ഞാൻ അന്നേരം വന്നോളാം. ഞാൻ കിടക്കുമ്പോൾ വരാനല്ലോട് പറഞ്ഞത്. കാശുണ്ടായിരുന്നതെല്ലാം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ബാലൻസ് ഒന്നും ഇവിടെ കിടപ്പില്ല, ബാലൻസ് കിടക്കുമ്പോൾ വരാനാ പറഞ്ഞു. അന്നേരം അപ്പൂപ്പൻ പറഞ്ഞു, മുതലാളി എനിക്ക് കാശ് തന്നെ വേണമെന്നില്ല, അരി തന്നാലും മതി, കപ്പ പറിച്ച് തന്നാലും മതി, എൻ്റെ കുട്ടികൾക്ക് ഞാനത് വേവിച്ച് കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ മുതലാളി പറയാണ്, ആ ഒരൊറ്റ കാര്യം ഒഴികെ ബാക്കി എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ആ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ ചോദിച്ചു അന്നേരം. എന്നാൽ മുതലാളിയുടെ ഭാര്യ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്കൊന്ന് പറഞ്ഞു വിടാവോ എന്ന് ചോദിച്ചു. ഇത് കേട്ടത് മുതലാളി ചാടി കൊണ്ട് എണിച്ചു. താൻ എന്താണോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ചാടി കൊണ്ട് എണിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പൂപ്പന് കിലുകില വിറ തുടങ്ങി. എന്തായാലും 2-1 തീർച്ചയാണ്. ഒന്നുകിൽ കളട്ടിക്ക് പുറത്ത്, അല്ലെങ്കിൽ കുറുപ്പിൻ്റെ നെഞ്ചത്ത്. അപ്പൂപ്പൻ കിടുകിടാ വിറച്ച് 2 കാലേക്കിടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. മുതലാളി എണിച്ചിട്ട് പറഞ്ഞു, എടോ, എൻ്റെ മുറ്റത്ത് വന്ന് നിന്ന് എൻ്റെ ഭാര്യ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നൂടോ? ഇറങ്ങിക്കോളണം ഇവിടുന്ന്, ഇനി എൻ്റെ അടിച്ചതിനകത്ത് കയറി പോരെന്ന് പറഞ്ഞു. അപ്പം അപ്പൂപ്പൻ പറഞ്ഞു, എൻ്റെ മുതലാളി, ഞാൻ എന്തു തെറ്റാ ചെയ്തത്? മുതലാളി എന്നോട് ദേഷ്യം പെടാനോ ഇവിടുന്ന് പടി അടച്ച് പിണ്ടം വയ്ക്കാനോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മുതലാളി അതായാലും ഒന്നും തരുമില്ല, സഹായിക്കുകയും ചെയ്യില്ല. അപ്പം മുതലാളിയുടെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അവസ്ഥയൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അപ്പൂപ്പൻ പറഞ്ഞു, മുതലാളി എനിക്കൊന്നും തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ അപ്പൂപ്പൻ പതുക്കെ ഇറങ്ങി തെങ്ങുംതോട്ടത്തിലൊക്കെ ഇറങ്ങിയപ്പം കാള കിടക്കും കയറോടും. ഇത് മത്തങ്ങ അങ്ങനെ മൊട്ടിന് ഇങ്ങനെ വിളഞ്ഞു പഴുത്ത് ബൾബ് പോലെ ഇരിക്കുവാണ്. അപ്പൂപ്പൻ ഒരു മത്തങ്ങ കയ്യിലെടുത്തു, 2ാമത്തെ മത്തങ്ങ ഈ കയ്യിൽ പിടിച്ചു. കുരങ്ങ് മത്തങ്ങ നോക്കുമ്പോൾ മത്തങ്ങ കൊണ്ട് അങ്ങോട്ട് പോയി. മുതലാളി കണ്ടേച്ചപ്പോൾ ചേട്ടൻ മത്തങ്ങ അവിടെ ഇട്ടേച്ചും താൻ മത്തങ്ങ ഒരു കാരണവശാലും കൊണ്ടുപോകാൻ ഒക്കില്ല, തൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ഞാനിതിവിടെ ഇട്ടേച്ചും പോയാൽ എൻ്റെ പുറകെ മത്തങ്ങ എൻ്റെ വീട്ടിലേക്ക് വരുമോ മുതലാളി എന്ന് ചോദിച്ചുകൊണ്ട് അപ്പൂപ്പൻ മത്തങ്ങ. ഈ അപ്പൂപ്പൻ്റെ പള്ളിയിലെ ഇടവകാലി അച്ഛൻ ആ പള്ളിയിൽ നിന്ന് സ്ഥലം മാറി പോവുകയാണ്. അപ്പോൾ ഈ അച്ഛൻ ഓരോ വീടുകൾ തോറും യാത്രാമൊഴി പറഞ്ഞപ്പോൾ അപ്പാപ്പനോട് പറഞ്ഞു, അപ്പോൾ വല്യപ്പച്ച, കുഞ്ഞാടുകളെ, എനിക്ക് ഈ പള്ളിയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി, ഞാൻ വേറൊരു പള്ളിയിലേക്ക് പോകുക കേട്ടോ, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു.
എൻ്റെ പരിശുദ്ധ മാതാവേ യേശു തമ്പുരാനെ സകല അച്ഛന്മാരെ ശുദ്ധീകരിക്കണേട്ടോ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അപ്പൂപ്പൻ വൈകുന്നേരം വന്നപ്പോൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനിരുന്നു. അപ്പൂപ്പൻ പ്രാർത്ഥന തുടങ്ങി, എൻ്റെ പരിശുദ്ധ മാതാവേ എൻ്റെ യേശു തമ്പുരാനെ സകല അച്ഛന്മാരെയും ചുട്ടുകരിക്കണേന്ന് പറയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മനുഷ്യനെ നിങ്ങൾ എന്തോന്ന് ഈ പറയണത്, ചുട്ടുകരിക്കാനല്ല അച്ഛൻ പറഞ്ഞത്, ശുദ്ധീകരിക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഈ അപ്പൂപ്പൻ ഒരു ദിവസം മുതലാളിയും കൂടി നായാട്ടിന് പോവുകയാണ്. സാധാരണ തീറ്റ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും കേഴ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വരും. അപ്പം അവർ മുതലാളിയും അപ്പൂപ്പനും കൂടെ ചെന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ അപ്പൂപ്പനെ കൊതുക് കടിക്കാൻ തുടങ്ങി. അപ്പൂപ്പൻ ഈ തല്ലൽ തുടങ്ങി. ഈ ഒച്ച കേട്ട് കഴിയുമ്പോൾ മൃഗങ്ങൾ പിന്നെ അങ്ങനെ നിൽക്കും. ഒരു കാലും ഒരു കാലും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കും. മുതലാളി കണ്ടു കിടന്ന് മടുത്ത് കഴിഞ്ഞ് മൃഗങ്ങൾ അടുത്തടുത്ത് വന്നു തുടങ്ങി. അപ്പോൾ മുതലാളി പറഞ്ഞു, മിണ്ടരുത്, ശബ്ദം ഉണ്ടാക്കരുതെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ അപ്പൂപ്പൻ്റെ നേരെയൊക്കെ മുതലാളി കൈ അടിച്ചപ്പോൾ അപ്പൂപ്പൻ ചോദിക്കുകയാണ്, എന്താ മുതലാളി ടാറ്റ കാണിക്കണേന്ന്. ഇത് കേട്ടത് മൃഗങ്ങളെല്ലാം 4 വശത്തേക്ക് ചിഹ്നം ചിതറി ഓടി. ഒരു കേഴമാൻ മുതലാളിയുടെ അപ്പൂപ്പൻ്റെ തലയ്ക്ക് മേതെ എടുത്ത് ചാടിയിട്ട് മുതലാളിയുടെ കയ്യിൽ ഇരുന്ന തോക്ക് തട്ടി തെറിപ്പിച്ച് ദൂരെ പോയി കിടന്ന് വെടിപൊട്ടി. ഇത് ഓടാൻ പറ്റില്ലാതെ ഒരു പൂർണ്ണ ഗർഭിണിയായ പേടമാൻ മരത്തിൻ്റെ വീട്ടിൽ തന്നെ നിന്നു. ഈ വെടിപൊട്ടിയ ശബ്ദം കേട്ടിട്ട് അവിടെ തന്നെ പ്രസവിച്ചു എന്നാണ് ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൂപ്പൻ ഈ കേഴക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വളർത്തി വലുതാക്കി. അത് വലുതായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറത്താണ് സവാരിഗിരി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആനപ്പുറത്ത് സവാരിഗിരി ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, കുതിരപ്പുറത്ത് കയറിയെന്ന് കേട്ടിട്ടുണ്ട്, കഴുതയുടെ പുറത്ത് കയറിയെന്നും കേട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ ഈ കേഴമാൻ്റെ പുറത്ത് കയറിയെന്ന് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അത് ആദ്യമായിട്ട് എൻ്റെ അപ്പൂപ്പനാണ് സവാരിഗിരി ചെയ്തത്. എൻ്റെ അപ്പൂപ്പൻ ഒരു ദിവസം ചന്തയ്ക്കൊക്കെ പോയി ഈ കണക്കണ ചെറുതാൻ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണ വഴി ഒരു നാട്ടുകൂട്ടം മൂപ്പൻ കൂടിക്കൊണ്ടിരിക്കുവാണ്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് അപ്പൂപ്പനും കയറി ചെന്നു സഭയിലേക്ക്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ നാട്ടുകൂട്ടം മൂപ്പൻ്റെ മകള് കുന്തി ഗർഭിണിയാണ്. പക്ഷെ അവളെ കൊന്നാലും പറയില്ല ആളാരാന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ കയറി ചെന്നേച്ചും പറഞ്ഞു, ഇവൾ ആരാളാന്ന് ആൾ പറയില്ലെങ്കിൽ ഞാൻ പറയാം ആളാരാന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ എൻ്റെ അപ്പൂപ്പൻ്റെ നേരെ തിരിഞ്ഞു. ഇയാൾ തന്നെ എൻ്റെ ആൾ, സത്യം പറഞ്ഞോളണം, അല്ലാതെ അയാൾ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ഈ 100 കോല് പൊക്കം കാണുന്ന തെങ്ങിൻ്റെ മുകളിൽ കിടക്കണ തേങ്ങാൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടായി വെള്ളമെന്ന് ചോദിച്ചു. അപ്പോൾ നാട്ടുമൂപ്പൻ പറഞ്ഞു, അത് തന്നെ ഉണ്ടായതാന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ കുന്തിപ്പെണ്ണിനും തന്നെ ഉണ്ടായതാന്ന് പറഞ്ഞു. അപ്പം ഈ നാട്ടുകൂട്ടം മൂപ്പന് അതിശയം തോന്നുവാണ്. എന്താ അപ്പം എൻ്റെ മോൾക്കുള്ളത് ദിവ്യഗർഭമാണോ അത്? എല്ലാവരോടും പറഞ്ഞു, പെട്ടെന്ന് പോയൊരു അമ്പലം പണിയണം, എൻ്റെ മോളെ അമ്പലം പണിത് അവിടെ ഇരുത്തണം. അപ്പം അപ്പൂപ്പൻ പറഞ്ഞു, അതാണ് നല്ലത്, എത്രയും വേഗം അമ്പലം പണിത് കുന്തിദേവി അവിടെ ഇരുത്തി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അപ്പൂപ്പൻ മെല്ലെ അങ്ങ് നടന്നടി വീണ്ടും ഈ മുതലാളിയുടെ തെങ്ങും തോട്ടത്തിലേക്കാണ് ഇറങ്ങിയേക്കണത്. എന്തായാലും തെങ്ങും തോട്ടത്തിൽ പോയി ഒരു തേങ്ങ കിട്ടുവാണെങ്കിൽ അരച്ചൊരു ചമ്മന്തി അരച്ച് തൊട്ട് കാക്കാലെന്ന് ഓർത്താണ് അപ്പൂപ്പൻ അവിടെ ഇറങ്ങിയത്. പക്ഷേ ഒരു തേങ്ങ പോയിട്ട് ഒരു മച്ചിങ്ങ പോലും തെങ്ങിൻ്റെ വീട്ടിൽ ചാടിയില്ല. അപ്പൂപ്പൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൊതികളെല്ലാം അവിടെ വെച്ചിട്ട് അപ്പൂപ്പൻ നേരെ തെങ്ങിൻ്റെ മുകളിൽ കയറി ഒരു തേങ്ങ പറിച്ചെടുക്കാമെന്ന് വെച്ച്. അപ്പൂപ്പൻ്റെ കഷ്ടകാലത്തിന് മുതലാളി തോട്ടം നോക്കാനായിട്ട് വന്നു. മുതലാളി കയറി വന്നപ്പോൾ ഈ പൊതികളിരിക്കുക. അപ്പം അമ്പിളിച്ചേട്ടനായി ജഗതിച്ചേട്ടനായിക്കോണ മുതലാളി, ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവച്ചേക്കണ കൂടോത്ര, അത് ഇതാരായാലും ഏതവനായാലും ഇനി ഞാൻ കണ്ടുപിടിക്കുന്നില്ല, ഞാൻ വെറുതെ വീട്ടിലാന്ന് പറഞ്ഞു മുതലാളി പൊതുക്കി ചുറ്റി കിടക്കുകയാണ്. അപ്പൂപ്പൻ അത് തെങ്ങിൻ്റെ മുകളിലിരുന്ന് കണ്ടിട്ട് താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തെങ്ങേടെ ഊർന്നി അടി കഴിയുമ്പോൾ മുതലാളി ചോദിച്ചു, താൻ എന്തിനാടോ തെങ്ങേ കയറിയെന്ന് ചോദിച്ചു. എൻ്റെ മുതലാളി, ഞാൻ ചെറു താളി പറിക്കാൻ കയറിയതാന്ന് പറഞ്ഞു. തെങ്ങേലാണോടോ താളി ഇരിക്കണേ? അതല്ലേ മുതലാളി, ഞാനും കൂടെ ഇറങ്ങിപ്പോന്നേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് വേഗം പൊതിയൊക്കെ അപ്പൂപ്പനെടുത്ത് കൈ പിടിച്ചു. അപ്പോൾ മുതലാളി ചോദിച്ചു, ഇത് താൻ എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവച്ച കൂടോത്രം തന്നെയല്ലേ ഇത്? തന്നെ ഞാൻ വെറുതെ വിടില്ലാട്ടോ എന്ന് പറഞ്ഞു. അപ്പൂപ്പൻ പറഞ്ഞു, എൻ്റെ മുതലാളി, ഇത് കൂടോത്രമല്ല, കോടമൂത്രമല്ല, ഇത് അയമോദകം. ഇത് തിളപ്പിച്ച് എൻ്റെ കുട്ടികൾക്ക് കൊടുത്താലേ കൃമികടി ഉണ്ടാവില്ല, വിരശല്യം ഉണ്ടാവില്ല. ഇത് ജീരകമാണ്. ഇതെൻ്റെ ഭാര്യയ്ക്ക് ഞാൻ അരിഷ്ടം ഉണ്ടാക്കി കൊടുക്കണത് കൊണ്ടാണ് അവൾ ആണ്ടിൽ ഈ പ്രസവം നടത്തണേ, ഒരു കുഴപ്പവും കൂടാതെ പ്രസവം നടക്കണേ. ഇതെൻ്റെ മുതലാളി ഒരു കോണക ഒന്നുള്ളത് അരിപ്പ് പോലെ ആയി പോയേ, അത് കാരണം പുതിയതൊന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അന്നേരം ഈ കുട്ടികൾക്ക് കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ മുതലാളിക്ക് ഒരു സംശയം. മുതലാളി ചോദിച്ചു, എടോ തനിക്ക് ആരാൻ്റെ മക്കൾ എത്ര ഉണ്ട്, അവനവൻ്റെ മക്കൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. ഇത് കേട്ടത് അപ്പൂപ്പൻ റബർക്ക പൊട്ടിത്തെറിക്കുമ്പോൾ ഒറ്റ പൊട്ടിത്തെറിക്കല്. അപ്പൂപ്പൻ പറഞ്ഞു, മുതലാളി ഇത്തരം മര്യാദയില്ലാത്ത വർത്തമാനം എന്നോട് പറയരുത്. ഇത് എനിക്കുണ്ടല്ലോ ആരാൻ്റെ കുട്ടികളെ വളർത്തേണ്ട ഒരു കാര്യമില്ല മുതലാളി. എൻ്റെ ഭാര്യയും അത്തരക്കാരിയല്ല മുതലാളി, മനസ്സിലാക്കിക്കൊള്ളണം. ഇനി മേലാൽ എന്നോട് ഇത്തരം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈമേന്ന് വീണ് പോയാലേ എനിക്കതുകൊണ്ട് എടുക്കാം, എൻ്റെ വായ്മേന്ന് വീണ് പോയാലേ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ മുതലാളി എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോകട്ടോ എന്ന് പറഞ്ഞു. അന്നേരം മുതലാളി പറഞ്ഞു, എടോ താൻ എന്തിനാ അങ്ങനെ ഗർജിക്കണത്? ഞാൻ ചോദിച്ചത് തനിക്ക് ആണ് എത്രയാണ് പെണ്ണ് എത്രയെന്നാണ് ഞാൻ ചോദിച്ചത്.
പെണ്ണാണെങ്കിൽ താൻ അതിനെ വളർത്തി വലുതാക്കി കഴിയുമ്പോൾ താൻ അവളെ കെട്ടിച്ചു വിടും. അഥവാ കെട്ടിച്ച് വിട്ടില്ലെങ്കിലോ അവൾ ആരെങ്കിലും കൂടെ വിളിച്ചോടി പോകും. അതേ സമയത്ത് ആണാണെങ്കിൽ അവൻ കെട്ടി വന്നാലും വിളിച്ചോണ്ട് വന്നാലും തൻ്റെ വീട്ടിലേക്കാണോ വരണേന്ന് പറഞ്ഞു. അപ്പോഴാണ് അപ്പൂപ്പന് കാര്യം മനസ്സിലാവണേ. അപ്പം എൻ്റെ സമ്പാദ്യത്തിൽ ആരാൻ്റെ ഉണ്ട് അവനവൻ്റെ ഉണ്ടല്ലേ എന്ന്. അപ്പം അപ്പൂപ്പൻ വേഗം മുതലാളിയോട് പറഞ്ഞു, മുതലാളി ഒരു മനുഷ്യർക്ക് ഒരു ഉപകാരവും ചെയ്യില്ല, അർത്ഥ കൈക്ക് ഉപ്പ് വയ്ക്കില്ലാത്ത ആണെങ്കിൽ പോലും എനിക്ക് എന്താണെന്നും പെണ്ണെന്താണെന്നും ആരാൻ്റെ എന്താണെന്നും അവനവൻ്റെ എന്താണെന്നും പറഞ്ഞു തന്ന മുതലാളിയോട് നന്ദി പറയുകയാണ്. ഞാനതുപോലെ എൻ്റെ കഥ കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. നമസ്കാരം. Once upon a time,